വേദപ്രേക്ഷ മീഡിയയിലേക്ക് സുസ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഓം നമോ ഭഗവതേ നാരായണായ നമ. കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാ ജനങ്ങൾക്കിടയിലും, അത് ഭക്തന്മാരോ അല്ലാത്തവരോ ആയ ആളുകൾക്ക് എല്ലാവരുടെ ഇടയിലും പൊതുവിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു ചർച്ചയുള്ള കാര്യമാണ് ഗുരുവായൂർ കണ്ണൻ്റെ മേൽശാന്തി ഇറങ്ങി വന്നു കഴിയുമ്പോൾ അദ്ദേഹം ആരെയും മുട്ടാതെ പോകുന്നു. അദ്ദേഹം ഒരു ജനസമ്പർക്കമുള്ള ആളാകുന്നില്ല എന്നുള്ള ഒരു പരിഭവമൊക്കെ ആളുകൾ ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ വെച്ച്, പല പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് അവനവൻ്റെ മനസ്സിന് അനുസരിച്ച് പറയുന്നത് അവിചാരിതമായിട്ടെങ്കിലും കേട്ടിട്ടുണ്ട്. അതിനൊരു മറുപടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുന്ന ജനങ്ങൾ അറിയേണ്ട പ്രത്യേകിച്ച് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് പരമ്പരാഗതമായിട്ട് കിട്ടിപ്പോരുന്ന ഒരു സ്ഥാനമാനമൊന്നുമല്ല. വളരെ ദൈവികമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാനമാനമാണ് നമ്മുടെ മേൽശാന്തി എന്ന് പറയുന്ന ഈ ഒരു പദവി. അപ്പോൾ അത് ദൈവച്ചന്മാരുടെ ഒരു തീരുമാനപ്രകാരം വളരെ സുതാര്യമായ രീതിയിൽ നറുക്കിട്ടെടുത്ത് ഭഗവാന്റെ ഇച്ഛയോടുകൂടി കിട്ടുന്ന ഒരു ആചാര്യനെയാണ് മേൽശാന്തിയായിട്ട് നിയോഗിക്കപ്പെടുന്നത്. പിന്നീടും ഒരുപാട് ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും ശേഷം ആണ് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നത്. ഒരു ജീവിത നിയോഗം പോലെ, അതിനുവേണ്ടി ഞാൻ ജന്മമെടുത്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടെയാണ് ഓരോ മേൽശാന്തിമാരും ആ സോപാനപ്പടികളിലേക്ക് തൻ്റെ ആദ്യമായി പാദമൂന്നുന്നത്. ആ ഭഗവാൻ അതിനു വേണ്ട കാര്യങ്ങൾ തന്നെയാണ്, അതിനു വേണ്ട നിയോഗങ്ങൾ തന്നെയാണ് ആ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ തിരിച്ചും അതേ രീതി തന്നെയാണ് ഉള്ളത്. ഈ മേൽശാന്തിമാരും ഭഗവാനുമായിട്ട് വല്ലാത്ത അഭേദ്യമായ ഒരു ബന്ധം എപ്പോഴും ഉടലെടുക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ ഉടലെടുക്കുന്ന ആ ഒരു കാര്യം പല മേൽശാന്തിമാരും മീഡിയയുടെ മുമ്പിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അവർ വളരെയേറെ അനുഭവങ്ങൾ അവർക്ക് പറയാനായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ ഉള്ളിൽ, ശ്രീലകത്തിൻ്റെ ഉള്ളിൽ, ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിൽ 100 കണക്കിന് കത്തുന്ന തിരികളുടെ തീജ്വാലകളുടെ നടുവിലാണ് ഒരു മേൽശാന്തി തൻ്റെ കൃത്യനിർവഹണങ്ങൾ ചെയ്യുന്നത്, ഭഗവാനെ സേവിക്കുന്നത്. ആ ഈശ്വര സേവ നടത്തുന്ന സമയത്ത് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലെ ചൂട് ഏകദേശം 50-60 ഡിഗ്രി ചൂടിലായിരിക്കും. 40 ഡിഗ്രിയോ 35 ഡിഗ്രിയോ അന്തരീക്ഷ ഊഷ്മാവ് വരുമ്പോൾ നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഒരു വെപ്രാളത്തിൻ്റെ അതിനേക്കാൾ എത്രയോ മടങ്ങ് ചൂടാണ് ആ ശ്രീലകത്തിൻ്റെ ഉള്ളിലുള്ളത് എന്ന് ഭക്തജനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് സഹിച്ച് അതൊരു പ്രതിബന്ധമാവാതെ, അതൊരു പ്രതികൂല കാലാവസ്ഥയാവാതെ അവിടെ നിന്ന് യാതൊരുവിധ മടിയുമില്ലാതെ, യാതൊരുവിധ തെറ്റുകുറ്റങ്ങളും കൂടാതെ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമാത്മാവിനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ തന്നെ അവരെ വിളിക്കണ്ടേ. അദ്ദേഹം ഒരു തിരുമേനി എന്നോ മേൽശാന്തി എന്നുള്ള ഒരു ഓമന പേരിട്ട് വിളിച്ച് അവരെ അങ്ങനെ ചെറുതാക്കാൻ പാടുണ്ടോ? രണ്ടാമതൊരു കാര്യം, രാവിലെ ഏകദേശം 3 മണിക്ക് തുടങ്ങുന്ന കാര്യങ്ങൾ ഉച്ചപൂജ കഴിഞ്ഞ് നടയടിച്ച് ഭഗവാന്റെ അടുത്തുനിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഏകദേശം 1 മണി, അല്ലെങ്കിൽ സീസണിലായി കഴിഞ്ഞാൽ അത് 2 മണി വരെ നീളുന്ന ഒരു സമയമാണ്. ഈ സമയത്തിനിടയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും, പച്ചവെള്ളം പോലും, ദാഹജലം പോലും കഴിക്കാതെയാണ് ഓരോ തിരുമാനിമാരും ഭഗവാനെ അവിടെ സേവിക്കുന്നത്. ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെയാണ്. അതിനിടയ്ക്ക് അശുദ്ധി കാര്യങ്ങൾക്കും ബാക്കിയുള്ള പൂജാതി കർമ്മങ്ങളുടെ കാര്യങ്ങൾക്കുമായി 3-4 അതിലധികം കുളികളോ അവർക്ക് വരുന്നു.
ഒരു പച്ചവെള്ളം പോലും കഴിക്കാതെ, കുടിവെള്ളം പോലും കുടിക്കാതെ ഒരു സാധാരണ ഒരു മനുഷ്യനാണ് എങ്കിൽ, ഒരു സാധാരണ മനുഷ്യനാണ് അതിൻ്റെ ഉള്ളിൽ പൂജ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. അവർക്ക് നമ്മളുടേതായ എല്ലാവിധ ശാരീരിക പ്രവർത്തനങ്ങളും ശാരീരിക ഊഷ്മാവും ഒക്കെ തന്നെയാണ് അവർക്കുമുള്ളത്. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും നമ്മളുടെയും മേൽശാന്തിയുടെയും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. ഇങ്ങനെ വരുന്ന ഈ തിരുമേനിമാർക്ക് ഈ 50-60 ഡിഗ്രി ചൂടിൽ നിന്ന് ഇത്രയും സമയം ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ വിയർത്ത് നനഞ്ഞൊലിച്ചാണ് ഓരോ പൂജകൾ കഴിഞ്ഞും ഇറങ്ങുന്നത്. അവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഇത് സാധിക്കുന്നു? അതിൻ്റെ കൂടെ ഇത്രയും സമയം ഇത്രയും ചൂടത്താണ് അവർ നിൽക്കുന്നത്. അതിനിടയ്ക്ക് കണ്ണൻ്റെ പരീക്ഷണങ്ങൾ വേറെ. വീണ്ടും ഉച്ച കഴിഞ്ഞ് 3:30 അല്ലെങ്കിൽ 4, സീസണിലാണെങ്കിൽ 3:30 തന്നെ ഉറക്കേണ്ടി വരും, അല്ലെങ്കിൽ 4 മണി. ഈ 4 മണിക്ക് 2 മണിക്കൂറത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് 4 മണിക്ക് തിരുനട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീളുന്നത് വൈകുന്നേരം 12ലേക്കാണ്. എത്ര മണിക്കൂറാണ് ഉറക്കമില്ലാതെ പോലും ഒരു തിരുമേനി ഭഗവാന്റെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി ശ്രദ്ധയോടുകൂടി, ഒരു പഞ്ചിങ് പോലും ഇല്ലാതെ, ഒരു മേൽനോട്ടവും പോലും ഇല്ലാതെ, ഒരു സൂപ്പർവൈസർ പോലും ഇല്ലാതെ തൻ്റെ ജീവിത വ്രതമായിട്ടുള്ള ഭഗവാന്റെ സേവ നടത്തുന്ന ആ ഒരു തിരുമേനിയുടെ ഒരു 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 ജന്മം ആലോചിച്ച് നോക്കുക. അവരുടെ ഒരു നിയോഗം ആലോചിച്ച് നോക്കുക. അവരുടെ ത്യാഗം ആലോചിച്ച് നോക്കുക. എല്ലാവിധ ജീവിത സുഖങ്ങളിൽ നിന്നും വിട്ട് 6 മാസത്തേക്ക് ആ 4 കെട്ടിൻ്റെ ഉള്ളിൽ നിന്നും, 4 അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു പോകാതെ, ഒരു മൊബൈൽ പോലും ഉപയോഗിക്കാതെ, ഒരു വാർത്ത പോലും അറിയാതെ, പുറത്തുള്ള ഈ നാടിൻ്റെ വിശേഷണങ്ങളും അറിയാതെ, ഒരു യോഗീതുല്യനായിട്ട് ഭഗവാനെ സേവിക്കുന്ന ഈ തിരുമേനിമാരുടെ നമുക്കൊരല്പം ബഹുമാനം തോന്നുന്നതിൽ എന്താണ് തെറ്റ്? ഒരല്പം ബഹുമാനം കാണിക്കുന്നതിൽ എവിടെയാണ് നമ്മൾ താഴ്ന്നു പോകുന്നത്? നമ്മൾ ചെറുതായി പോകുന്നത് എവിടെയാണ്? ഓരോ ഭക്തജനങ്ങളും അവൻ്റെ ഉള്ളിലിട്ട് ഇത് വളരെയധികം ശ്രദ്ധയോടും സൂക്ഷ്മമായിട്ടും ആലോചിച്ചിട്ട് വേണം ഓരോ തിരുമേനിമാരെയും കാണുമ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ സേവ ചെയ്യുന്ന ഓരോ തിരുമേനിമാരുടെയും കാര്യങ്ങളിൽ വിമർശിക്കുവാൻ. അല്ല എങ്കിൽ അത് കണ്ണൻ കേൾക്കും, അത് കണ്ണനായിരിക്കും അതിന് ഉത്തരം തരിക. ഈ ഒരു രീതിയിൽ ഇത്രയും ചൂടത്ത് ഇത്രയധികം സമയം റെസ്റ്റില്ലാതെ ജോലി ചെയ്യുന്ന, സേവ ചെയ്യുന്ന ആ പുണ്യാത്മാക്കളെ ഒരു ദിവസം ഒരു ജലദോഷം കൊണ്ടോ ഒരു പനി കൊണ്ടോ എന്തെങ്കിലും ഒരു അസുഖം കൊണ്ടോ ഭഗവാൻ ഒരു ദിവസം പോലും ഒരു പൂജയ്ക്ക് പോലും മുടക്കാറില്ല. കാലം ഇന്ന് വരെ ഒരു മാധ്യമങ്ങളിലും നമ്മൾ കണ്ടിട്ടില്ല ഗുരുവായൂർ കണ്ണൻ്റെ മേൽശാന്തി തലകറങ്ങി വീണു, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായി, എന്തെങ്കിലും വയ്യാതെയായി എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഭഗവാൻ അതിന് അനുവദിക്കില്ല. കാരണം അത്ര ശുദ്ധമായ ആളെ മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുകയുള്ളൂ. അവരെ നോക്കാനായിട്ട് ഭഗവാൻ അറിയാം. തൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളെ നോക്കാൻ ഭഗവാന് കഴിഞ്ഞില്ല എങ്കിൽ ഈ ഭൂലോകം മുഴുവൻ എങ്ങനെ ആ കുഞ്ഞു വായ്ക്കുള്ളിൽ കാണിച്ചു തരും? അതാണ് ഭഗവാൻ. എല്ലാവരും ഈ തിരുമേനിമാരെ ഇങ്ങനെ പറയുന്നതിനേക്കാൾ മുൻപ് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്കിൽ കണ്ണനോട് തന്നെ സാഷ്ടാംഗ തെറ്റ് പറയുക. ഭഗവാനെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുക. ഇതറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് പറയാൻ. ഗുരുവായൂരപ്പൻ എല്ലാവരുടെ ദുഃഖങ്ങളും മാറ്റി തരട്ടെ. കണ്ണാ ഗുരുവായൂരപ്പ.